മലപ്പുറം തിരൂരിൽ കാണാതായ 11 മാസം പ്രായമായ കുഞ്ഞിനെ സുഹൃത്ത് കൊലപ്പെടുത്തിയെന്ന് അമ്മയുടെ മൊഴി. തമിഴ്നാട് കടലൂർ സ്വദേശി ശ്രീപ്രിയയാണ് പോലീസിന് മൊഴി നൽകിയത്. ശ്രീപ്രിയ, സുഹൃത്ത് ജയസൂര്യൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവ് മണിപാലിനെ ഉപേക്ഷിച്ച് 3 മാസം മുൻപാണ് ഇവർ തിരൂരിലെത്തിയത്. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ശ്രീപ്രിയയെ ജയസൂര്യൻ ഭീഷണിപ്പെടുത്തിയെന്ന് സഹോദരി വിജയ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലാസ്റ്റ് വരെ ഇന്ത്യക്കാർ 4 ആൾ ട്രെയിനിലുണ്ടായിരുന്നു. അവർ കുട്ടീനെ ചോദിച്ചപ്പോൾ ഞങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ അവരിങ്ങനെ കൊഞ്ഞുകാണ്ട് നിന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. നീച്ച് നോക്കുമ്പോൾ കാണാനല്ല കുട്ടീനെ. പൊള്ളു പറയേ. പിന്നെ ഞാൻ ഇങ്ങനെ കുറേ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉള്ളിൽ വിളിച്ചുകാണ്ട് പോയിട്ട് അവർ അടിച്ചതാണ്. എൻ്റെ കുട്ടീനെ അടിച്ചിട്ട് കഴുത്ത് പൊക്കി മേലാക്കി കൈ രണ്ടും ഇങ്ങനെ ആക്കി നെഞ്ഞത്ത് അടിച്ചിക്കണ്. ഇവിടെ അടിച്ച് ചവിട്ടിയിട്ട് ചോര വന്ന് ഇവിടെയൊക്കെ ചോറായി. 1 വയസ്സായിട്ടില്ലേ. ജയസൂര്യനല്ല അവൻ്റെ അച്ഛൻ. അങ്ങനെ അടിച്ചതാണ്. ഷവറില്ല, ഷവർ തുറന്ന് വിട്ടുകാണ്ട് ആ കുട്ടി ഇങ്ങനെ ആ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ശ്വാസം കിട്ടാതെ പോകില്ല. അങ്ങനെ ആയപ്പോൾ അതിൻ്റെ മേലെ തന്നെ അടിച്ചിക്കണു പോകുന്നു. അതൊക്കെ ചെയ്തിട്ടാണ് കൊന്ന് കൊണ്ടുപോയി തൃശ്ശൂരില്ലേ ആ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റെപ്പിൻ്റെ ബാക്കിൽ വെച്ചിട്ട് വരാൻ പറഞ്ഞിരിക്കുന്നു ഓളോട്. ഓളെ ഒറ്റയ്ക്ക് ട്രെയിൻ കയറ്റി പറഞ്ഞയച്ചിരിക്കണ് 3 ആളും പാടെ. മുബഷീർ പി അക്ബർ ഉണ്ട് തിരൂരിൽ നിന്ന് വിവരങ്ങളുമായി. മുബഷീർ, 3 മാസം മുമ്പാണ് ഈ കുഞ്ഞിനെ കാണാതായെന്ന് പിന്നീട് പരാതി ഉയരുന്നത്. എപ്പോഴാണ് ഈ കൊലപാതകം നടന്നതായി ഈ അമ്മ ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്? ബിരിൽ 2 വർഷം മുമ്പായിരുന്നു ശ്രീപ്രിയ അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശിയായ മണികണ്ഠനും തമ്മിലുള്ള വിവാഹം നടന്നത്. ഈ ഒരു ബന്ധത്തിലുണ്ടായ 11 മാസം പ്രായമുള്ള കുഞ്ഞുമായി ശ്രീപ്രിയ ഇത്തരത്തിൽ തൻ്റെ സുഹൃത്തായ ജയസൂര്യനുമായി 3 മാസം മുൻപാണ് ഇത്തരത്തിൽ മലപ്പുറം തിരൂരിലെത്തുന്നത്. തുടർന്ന് തിരൂർ പുല്ലൂർ വലിയപാടം വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്നു. ഇവിടെ താമസിച്ചു വരുന്നതിനിടയിലാണ് സുഹൃത്തായ ജയസൂര്യൻ തുടർച്ചയായി ശ്രീപ്രിയയെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തണമെന്നായിരുന്നു ജയസൂര്യയുടെ ആവശ്യമെന്നാണ് ശ്രീപ്രിയ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നു. ഇതിനിടയിൽ ഈ ഒരു വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് ഈ ഒരു 11 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഈ ഒരു ജയസൂര്യനും അയാളുടെ പിതാവും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് ശ്രീപ്രിയ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇത് പുറത്താവുന്നത് ഇത്തരത്തിൽ ശ്രീപ്രിയയുടെ സഹോദരി വിജയ കഴിഞ്ഞ 8 വർഷമായി തിരൂരിൽ താമസിക്കുന്നുണ്ട്. ഈ ഒരു സഹോദരിയായ വിജയ ഈ കുഞ്ഞിനെ കാണാത്തതിനെ തുടർന്ന് ഏറെ നാളായി ശ്രീപ്രിയയോട് ഈ ഒരു കാര്യം ചോദിച്ചിരുന്നു. എവിടെയാണ് കുഞ്ഞിനെ മാറ്റിയിരിക്കുന്നത്? ആ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ഒരു ബന്ധം താല്പര്യമില്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന് തന്നെ തിരിച്ചു കൊടുത്തോളൂ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാലും കുഞ്ഞിനെ കാണാത്ത സാഹചര്യത്തിൽ ശ്രീപ്രിയയോട് വീണ്ടും കാര്യങ്ങൾ ആവർത്തിച്ച സമയത്ത് കഴിഞ്ഞ ദിവസമാണ് ശ്രീപ്രിയ ഇത്തരമൊരു വെളിപ്പെടുത്തൽ വിജയയോട് നടത്തിയതെന്നാണ് സഹോദരി അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു കുഞ്ഞിനെ സുഹൃത്തായ ജയസൂര്യനും പിതാവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നെന്നാണ് പറയുന്നത്. തുടർന്ന് മൃതദേഹം ബാഗിലാക്കി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഒരു സ്റ്റെപ്പിന് പിൻഭാഗത്തെ മൃതദേഹം ഉപേക്ഷിച്ചു എന്നും ഈ ഒരു യുവതി തന്റെ സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരിയായ വിജയ തിരൂർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയാണ് തിരൂർ പോലീസ് ഈ ഒരു ശ്രീപ്രിയയെയും സുഹൃത്തായ ജയസൂര്യനെയും അതുപോലെ തന്നെ ജയസൂര്യന്റെ പിതാവിനെയും കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനാണ് ഇത്തരമൊരു വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മൊഴികളിലൊന്നും തന്നെ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് തിരൂർ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്പസമയം മുമ്പ് ഈ ഒരു വിജയവുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, അവരുടെ ബൈറ്റ് നേരത്തെ നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പോലീസിനോട് താനാണ് വിവരം അറിയിച്ചതെന്ന് ആ ഒരു യുവതി പറയുന്നുണ്ട്. 3 മാസമായി കുഞ്ഞിനെ കാണാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ഈ ഒരു ശ്രീപ്രിയ തന്നെ വെളിപ്പെടുത്തിയത്. കുഞ്ഞിനെ വേണ്ടാത്തത് കൊണ്ടാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിലേക്ക് അവർ കടന്നതെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീപ്രിയയുടെ സുഹൃത്ത് ജയസൂര്യനും അയാളുടെ പിതാവും ചേർന്നാണ് മർദ്ദിച്ചതെന്നും ആ ഒരു ശ്രീപ്രിയ സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട്. മൃതദേഹം ബാഗിലാക്കി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചു എന്നും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. തുടർന്നാണ് ശ്രീപ്രിയയും ആൺസുഹൃത്തായിട്ടുള്ള ജയസൂര്യനെയും തിരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. തൃശ്ശൂർ